ഒരു എന്തോ മോളെ എന്ത് ചേട്ടാ ചക്കരേ എന്താണ് പൊന്നെ പറയടാ. നമ്മളെ ഈ നാട്ടുകാരൊക്കെ എന്ത് വലിയ കാര്യമാണെന്നറിയോ? എന്ത് സ്നേഹത്തോടെയാണ് അവര് നമ്മളെ നോക്കണേന്ന് അറിയോടി? എനിക്കറിയാം, നമ്മള് മാതൃകാ ദമ്പതികളാന്നാ നമ്മുടെ ഓഫീസിൽ എല്ലാരും പറയണത്. ആണോ? ചക്കരേ എന്താണ് പൊന്നെ? പൊന്നോ, ഓ ഞാൻ നിനക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരട്ടെ? അയ്യേ, ഈ ചേട്ടന് ഒരു നാണമില്ല. അപ്പൊ കിളവൻ പോയി. പിന്നെ ചേട്ടനെ എന്റെ ഭർത്താവായി കിട്ടിയത് എന്റെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ പുണ്യം. എങ്ങനെ? ചേട്ടനെ ഭർത്താവായി കിട്ടിയത് ഈ ജന്മത്തിലെ എന്റെ ഏറ്റവും വലിയ പുണ്യം. അയ്യടി ആർക്ക് വേണം ഭാര്യ പോലും? ഭാര്യ എവിടെ നിന്ന് വന്നത്? ഗതികേട് ഇത് നിന്റെ ഗതികേടല്ല, എന്റെ ഗതികേട്. ജീവ ചേട്ടാ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഇവളും കൂടി ഒരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വീട് വാടകയ്ക്ക് കിട്ടാനേ ഇല്ല, ഫാമിലിക്ക് വീട് കൊടുക്കത്തുള്ളൂ. അങ്ങനെ എന്റെ കഷ്ടകാലത്തിന് ഞാൻ ഇവളും ഭാര്യയും ഭർത്താവെന്നും പറഞ്ഞും കൊണ്ട് ഇവിടെ ഒരു വീടെടുത്തു. ആ കള്ളക്കളവനാണെങ്കിൽ 24 മണിക്കൂർ ഇങ്ങോട്ട് നോക്കിയിരിക്കുക. എന്റെ ഗതികേടെന്ന് ആലോചിച്ച് നോക്കേ, ഇത് എന്റെ ഗതികേടാണ്. ചക്കരേ പൊന്നോ, ഞാൻ കെട്ടിപ്പിടിച്ച് ചക്കരയ്ക്ക് നെറ്റിയിലൊരു മുത്തം തരട്ടെ? ഇപ്പൊ വേണ്ട ചേട്ടാ, രാത്രി മതി. രാത്രിയിലോ? രാത്രി മതി. പോയി രാത്രിയിൽ നിനക്ക് എന്ത് വേണം? പിന്നെ എനിക്ക് കൊതിയല്ലേ നിന്റെ ശരിയാക്കി തരാം. അല്ലേലും തന്നെ കുടിക്കണ വെള്ളത്തെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് എനിക്ക് പണ്ടേ മനസ്സിലായത്. ഞാൻ എന്ത് ചെയ്തു? മുഴുവൻ കള്ളത്തിനല്ലോ വിളിച്ചു. തന്റെ അച്ഛൻ എവിടെയെന്നാ പറഞ്ഞ? സ്റ്റേറ്റ്സിലാ കള്ളം പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞ റബ്ബർ എസ്റ്റേറ്റ് എവിടെയോ സ്റ്റേറ്റ്. റബ്ബർ എസ്റ്റേറ്റ് തന്നെയാണ് എന്റെ അച്ഛന്റെ ജോലി. 300 മൂട് മരം വെട്ടും. അതിനിപ്പോ എന്താ കുഴപ്പം? അങ്ങനെ നോക്കണെങ്കിൽ നീ എന്റെ അടുത്ത് കള്ളം പറഞ്ഞു. എടി, അന്താരാഷ്ട്ര ബിസിനസ് മാഗ്നറ്റ് ആണ് നിന്റെ അച്ഛൻ, നീ പറഞ്ഞില്ലേ? ഇന്റർനാഷണൽ ബിസിനസ് മാഗ്നറ്റ് ആണ് എന്റെ പപ്പ. എന്താ ഞാൻ കണ്ടടി എന്റെ അന്താരാഷ്ട്ര ബിസിനസ് മാഗ്നറ്റിനെ ഞാൻ കണ്ട്. കാട്ടാക്കട ബിവറേജിന്റെ ഫ്രണ്ടിൽ പുഴുങ്ങിയ ബിസിനസ് മാഗ്നറ്റ്. അതെ, എന്റെ അച്ഛൻ മൊട്ട കച്ചവടക്കാരനാ. കണ്ടെങ്കിൽ കണക്കായി പോയി. എന്നോട് മിണ്ടണ്ട, പോടാ. അല്ലെങ്കിൽ തന്നെ ചക്കരേ പൊന്നെ, നമുക്കൊരു സിനിമയ്ക്ക് പോയാലടി? ഏത് പടത്തിന് പോകും ചേട്ടാ? നിന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയി. വലിയ വർത്താനം പറയാൻ വന്നേക്കാം. നിന്റെ എനിക്ക് സഹകരിക്കാൻ താല്പര്യമില്ല, പോ. അത് തന്നെ പറഞ്ഞ നമ്മളല്ലെങ്കിൽ കീരിയും പാമ്പോ ചേരൂല. ചേരയും പാമ്പ് വരണമെങ്കിൽ വല്ല ചാൻസും ഉണ്ടായിരുന്നു, അതും ഇല്ല. അതെ, കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യണം? പൗതിക്കാശ് ഇടും. പൗതിക്കാശ് ഇടണം. പൗതിക്കാശ്? ഇത് കണ്ട, പായും തലങ്ങണിട്ട് ഇവിടെ കിടക്കണേണ് ഞാൻ. പൗതിക്കാശ് ഇവളകത്ത് എസിയും ഫാനും ഇട്ട് കിടക്കും. എന്നിട്ട് കാശ് ഞാൻ കൊടുക്കണമെന്ന്. എടി, നീ അല്ലേടി മൊത്തം കറണ്ട് ഉപയോഗിക്കുന്നത്? ഞാൻ തരത്തില്ല. അതെ, പകുതിക്കാശ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. കറണ്ട്, വെള്ളം എല്ലാത്തിന്റെ ഷെയർ ഇട്ടോളാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീട് എടുത്തത്. അന്ന് ഞാൻ എല്ലാം സമ്മതിച്ചിട്ട് ഇപ്പൊ പറ്റൂല. അത് ശരിയാ, വാടക ഷെയർ, കറണ്ട് ബില്ല് ഷെയർ, പിന്നെ നമ്മളെ വാട്ടർ അതോറിറ്റി അവിടുത്തെ ബില്ല് ഷെയർ. ഒരു പൈന്റ് മാറ്റാൻ ഷെയർ ഇല്ല. അല്ല, ഇല്ല, ഞാൻ ഇതിന്റെ തരൂല. അല്ലെങ്കിൽ തന്നെ ഇയാളോട് മിണ്ടാൻ ആർക്കാണോ താല്പര്യം? എനിക്ക് ഇഷ്ടമല്ല. എനിക്കും താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. പോ, മിണ്ടാൻ പറയണ്ട, പോ. പിന്നെ ആ ചായ എടുത്തൊന്ന് തരുമോ? ചായ എടുത്ത് കുടിയണോ? ചായ എടുത്ത് തരൂലേ? എനിക്ക് സൗകര്യമില്ല, വേണമെങ്കിൽ എടുത്ത് കുടിക്കാൻ ഞാൻ പറഞ്ഞല്ല. എനിക്കറിയാം ഈ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്ത്? എന്റെ അടുത്ത് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. പിന്നെ എന്റെ ഭാര്യയായിട്ട് ഇവിടെ ഇങ്ങനെ കൂടാൻ വേണ്ടിട്ട് വരത്തില്ലല്ലോ. എനിക്ക് ഇയാളെ ഇഷ്ടമല്ല, എനിക്ക് ഇയാളെ വെറുപ്പാണ്, വെറുപ്പ്. ആയിക്കോട്ടെ, വെറുത്തോട്ടെ. വെറുത്ത് ഈ വെറുപ്പിന്റെ അവസാനം ഈ ശർക്കര കുട്ടിയുടെ അടുത്ത് എനിക്ക് എന്തെങ്കിലും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ശർക്കര കുട്ടിയാ? അല്ല, ശേഖരക്കുട്ടി. എന്തൊക്കെ പറഞ്ഞു പോയേടോ? ഒരു തരത്തില് സ്വസ്ഥത, സമാധാനം. നിന്റെ പിണക്കം ഞാനൊന്ന് മാറ്റിയോടി. എന്ത് പിണക്കം മാറ്റും? നിന്റെ പിണക്കം ഞാൻ ഇപ്പൊ മാറ്റി. പൂച്ചപ്പെണ്ണെ പുലിയാണോ ഞാൻ? നിന്നെ എലിയാക്കും ഞാൻ, കളിവില്ലൊന്നുണ്ടാക്കും ഞാൻ. കല്യാണി രാഗത്തിൽ തില്ലാന പാടുവാൻ കല്യാണം ചെയ്തിടും ഞാൻ. എല്ലോരും കില്ലാടി ഞാൻ.
പൂച്ച 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 പെണ്ണെ പുലിയാണോ ഞാൻ നിന്നെ ഞാൻ ഒന്നും കണ്ടില്ല. കണ്ണ് ചെറുതായിട്ടൊന്ന് അടച്ചു. ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ പിള്ളേരെ കാര്യം ഒരു ഒളിവും പറയുന്നില്ല. എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെ. പപ്പ ഇപ്പൊ വേണ്ട, പിന്നെ തന്നാ മതി. എന്ത്? കപ്പ. കപ്പയല്ല പപ്പ. അല്ലേ? പപ്പാന്ന് വിളിച്ചോ. എന്നെ പപ്പാന്നൊന്നും വിളിക്കരുത്. സോറി അങ്കിളെ. എന്നെ അങ്കിൾ എന്ന് വിളിക്കല്ലേ, എനിക്ക് അതിനുള്ള പ്രായമൊന്നുമില്ല. പിന്നെ? എന്നെ കൈമളേട്ടാന്ന് വിളിച്ചാ മതി. കൈമളേട്ടാ എന്റെ അടുത്ത് ആരടാ വിളിക്കാൻ അടുത്തല്ലേ വിളിക്കാൻ കൈമളേട്ടൻ വാടക മേടിക്കാൻ വേണ്ടിയാണ് വന്നെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവന്ന് തന്നേനെയല്ല. ഞാൻ വാടക ആര് ചോദിച്ചു മോളെ? വാടക പിന്നെ തന്നാ, നിങ്ങൾ പിന്നെ തന്നാ പോരെ. സംഭവം എന്താണെന്നറിയാവോ? ഈ കുറച്ചു ദിവസം സുഖമല്ല കിടന്നു ഞാൻ, അതുകൊണ്ടാണ് ഇങ്ങനെ താമസം. സത്യോടെ എല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ? കുഴപ്പമില്ല. ഇന്ന് നിനക്കാണെങ്കിൽ നാളെ എനിക്ക്, മറ്റന്നാൾ നിനക്ക് തന്നെ. എനിക്കാ എല്ലാം കൂടെ എനിക്കാ. എനിക്ക് എല്ലാ അസുഖവും എനിക്കാ. എല്ലാ അസുഖം നോക്കിക്കൊണ്ടിരിക്കാതെ ചായ എന്തെങ്കിലും എടുത്തോണ്ട് കൊടുക്കും. എനിക്ക് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എന്താ? നിങ്ങൾ ആവശ്യമില്ലാതെ ലൈറ്റും ഫാനൊന്നും ഇട്ട് കളയില്ല. ഇല്ല. ഇത് കറണ്ട് ചാർജ് ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു കാര്യമാണ്. ഞാൻ വാടകയ്ക്ക് തന്ന വീടാണ്. എല്ലാത്തിനും കാരണക്കാരി ഇവളാ. ഇവള് രാത്രിയിൽ ബെഡ്റൂമിൽ ലൈറ്റ് ഇട്ടേ കിടന്നുറങ്ങുള്ളൂ. മോളെ അത് അങ്ങനെ ഇടല്ലേ മോളെ. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കട. അത് വേറൊന്നും കൊണ്ടല്ല. ലൈറ്റ് ഓഫ് ചെയ്താലേ ചില പെരിച്ചാടിയൊക്കെ എന്റെ റൂമിൽ കേറി ഇങ്ങനെ ഓടും. പെരിച്ചാഴിയൊക്കെ വന്നാൽ അടിച്ചു കൊന്നേരെ. കേസ് ഞാൻ പറഞ്ഞോളാം. എന്റെ വീട് അത് ഞാനിട്ട് ഇല്ലല്ല. ചായ എടുത്തോണ്ട് കൊടുക്കടി. വേണ്ടേ ചായ വേണ്ടേ? എന്ന് എനിക്ക് വേണ്ട. നിനക്ക് നേരത്തെ ചായ എടുത്ത് തരാൻ പറഞ്ഞ മടിയല്ലേ ഇതാ. ചായ വേണ്ടേ? ചായ ഒന്നും വേണ്ട. അപ്പൊ പിന്നെ ഞാൻ കുടിക്കാം. വാടക തന്നില്ലായിരുന്നല്ലേ 2 മാസം? വാടക തന്നിട്ടില്ല. വാടക തന്നിട്ടില്ല. കയ്യിൽ കാശ് വെച്ചിട്ട് എന്താ കൊടുക്കാതിരിക്കണം? എന്താന്ന് 2000 രൂപ കയ്യിൽ കാശ് വെച്ചിട്ട് എപ്പോഴും ഞാൻ ഇല്ലെന്ന് പറയാൻ പറ്റൂല. അത് എന്നെ കൊണ്ട് കൊടുപ്പിച്ച മനസ്സല്ലേ. നിന്ന് ഇവിടെ നിന്ന് കറങ്ങാതെ എന്തെങ്കിലും ആഹാരം എടുത്തോണ്ട് കൊടുക്കടി. വീട്ടിലൊരു ഗസ്റ്റ് വന്നല്ലേ. ആഹാരവും കാര്യങ്ങളൊന്നും എടുക്കട്ടെ. അതിനിപ്പോ മെനക്കെട്ട പരിപാടിയല്ലേ. ഒന്ന് നിങ്ങൾ പാചകം ചെയ്യണം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്യണം. അതൊക്കെ ഭയങ്കര പാടുള്ള ഏർപ്പാടാണ്. അതൊന്നും വേണ്ട. അല്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഡയറ്റിങ്ങില്ല, പ്രശ്നമില്ല. അതെന്തൊരു സംഭവമാണ്? ഇത് ഫുഡ് കുറച്ച് വയറൊക്കെ കുറക്കാൻ തന്നെ. അത് നല്ലതായിട്ട് നമ്മളെല്ലാം അങ്ങനെയാണ്. ഒരാഴ്ച വരെ ഡയറ്റ് ചെയ്യും. പിന്നെ ബാക്കി കഴിഞ്ഞാൽ പിന്നെ പഴയതുപോലെ തന്നെ പരിപാടി. ഞാൻ ഗോതമ്പാ. പിന്നെ നമ്മള് അൽഫാം, കുബൂസ്, പൊരിച്ച കോഴി ഇതൊക്കെ വാങ്ങിക്കും. ഇതെല്ലാം കൂടെ കയറ്റിട്ടാണ് പറയണത് നീ ഡയറ്റിംഗ് എന്ന്. അല്ലല്ല അങ്ങനല്ല. അത് ഇവിടെ ഞങ്ങൾ ഇന്നലെ പുതിയൊരു പട്ടി വാങ്ങിച്ചു. വീട്ടിന്റെ ബാക്കിൽ കെട്ടിയിട്ടേക്കുക. ഈ പൊരിച്ച കോഴി സാധനങ്ങളൊക്കെ പട്ടിക്ക് കൊടുക്കും. നമ്മള് ഗോതമ്പും റാഗിപ്പുട്ട്. അപ്പൊ നേരെ എല്ലാം തിരിച്ചാണല്ലേ. പട്ടിക്ക് കൊടുക്കാനുള്ള ആഹാരം നിങ്ങൾ തിന്നെ ചെയ്യും, നിങ്ങൾ കഴിക്കാനുള്ള പട്ടിക്ക് കൊടുക്കുകയും ചെയ്യല്ലേ. നിങ്ങൾ ഇങ്ങനത്തെ ആഹാരം ഒന്നും കഴിക്കത്തില്ല? ഞാൻ ഒന്നും കഴിക്കത്തില്ല. പിന്നെ ഞാൻ ഒള്ളി സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ കൃഷിയുണ്ട്. കൃഷിയുണ്ട്. കപ്പ, ചക്ക, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ വിഭവസമൃദ്ധമായി ഈ സംഭവങ്ങളൊക്കെ ഞാൻ കഴിക്കാറില്ല. നാടൻ ഭക്ഷണം. പിന്നെ വീട്ടിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു ചക്ക കറി, ഒരു ചക്ക തോരൻ, നല്ലതാ. രാത്രി ഒരു ചക്കക്കുരു അവിയലും, അങ്ങനെ എന്തെങ്കിലും ഐറ്റം. പിന്നെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ചറപറ വിളിയാണ്. കാരണം പിള്ളേരെല്ലാം വിദേശത്തല്ലേ, എന്റെ മക്കളെല്ലാം വിദേശത്തല്ലേ. അവര് വിളിക്കും. അങ്ങനെ അവരുടെ വെളുക്ക ഇരുന്ന് സംസാരിച്ചോണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഒറ്റയ്ക്കാണെന്നുള്ളൊരു ബോധം നമുക്ക് തോന്നൂല. ചക്ക വേണോ കൊണ്ടുവരാൻ? വേണ്ട, നമ്മൾ രണ്ടുപേരുണ്ടല്ലോ. നമ്മൾ മിണ്ടി പറഞ്ഞു തന്നോളാം. നമുക്ക് വേണ്ട. കൈമളേട്ടൻ വീട്ടിൽ ഒറ്റക്കാണെന്നല്ലേ പറഞ്ഞ? ഒരു തീപ്പെട്ടി എടുത്തുണ്ടോ? എന്തി? കൊതുവിന്റെ ശല്യം കൂടിയിട്ടുണ്ട്. അയ്യേ, ഇവിടുന്നാ കരയുന്നത്. എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? വീട്ടിലൊരാൾ കയറി ഒറ്റയ്ക്കാണോ എങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്? ഇതാണ് കുഴപ്പം. ഇതാണ്. സോറി കേട്ടോ, അവൾ അറിയാതെ ചോദിച്ചേ. സങ്കടം വന്നല്ലേ? പിന്നെ എന്തിനാ കരയുന്നേ? ഇവിടെ എന്തൊരു പറയണമെന്ന് അറിയാൻ വയ്യാതെ അതങ്ങ് ഫില്ല് ചെയ്ത് വിട്ടേണ്. കള്ളച്ചൊറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ. എന്നെ അങ്ങനെ നീ കുറ്റം പറയാൻ ചെയ്യല്ലേ. ഞാനേ ഈ കാണുന്നതൊക്കെ ഒന്നുമില്ലാതെ ഉണ്ടാക്കിയാണ്. അറിയാം, ബാക്കിയുള്ളവരൊക്കെ പാന്റും സൂട്ട് വിട്ട് ചൂട്ടും കത്തിച്ചോണ്ടല്ലേ വന്നു. അതല്ലെന്ന്. പിന്നെ ഞാൻ ഈ കാണുന്ന സംഭവങ്ങളെല്ലാം, ഈ വീടും കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഒപ്പിച്ചെടുത്തല്ലേ. 25 വാടക വീടുണ്ട് എനിക്ക്. 25 വാടക വീടുണ്ടോ? അപ്പൊ സ്വന്തം വീട്? സ്വന്തം വീട്ടിൽ ഞാൻ പോവാറില്ല. 25 വീടുകൾ കിടക്കല്ലേ. അതെങ്കിലും വീട്ടിൽ കയറുന്ന ഞം കിട്ടുകയും ചെയ്യും, വാടകയും കിട്ടും. പിന്നെ ഞാനും ചേട്ടനും കൂടി ഇന്നലെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കൈമളേട്ടനെ കണ്ടില്ലല്ലേ ഇവിടെ? ഇന്നലെ ഞാൻ പോയ വേറെ എവിടെ അല്ലടാ. എനിക്ക് വീട്ടിൽ ഒരു കോഴിയെ കിട്ടിയട്ടെ. ബ്ലോക്കിൽ നിന്ന് ഒരു കോഴിയെ കിട്ടി. അത് മുട്ട ഇടുന്നില്ല. അതിനെ കൊണ്ട് നേരെ ആശുപത്രി പോയി. ആശുപത്രി ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു 250 ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മുട്ട കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ അങ്ങ് എടുത്ത്. ഡോക്ടർ അങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് ഞാൻ ആ ഇഞ്ചക്ഷൻ എടുത്ത് കോഴിക്ക് ചടപടാന്ന് പറഞ്ഞു 25 ഇഞ്ചക്ഷൻ അങ്ങ് എടുത്തു. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കോഴിനെ അങ്ങോട്ട് വെച്ച് ഈ പിന്നെ സിനിമയ്ക്കകത്ത് മോഹൻലാൽ AK-47 എടുത്ത് വെടിവെക്കുമ്പോൾ പടപടപടപടാന്ന് പറഞ്ഞല്ലേ 25 മുട്ട അങ്ങോട്ട് വീണത്. ലാസ്റ്റ് മുട്ടയ്ക്കകത്ത് എഴുതി വെച്ചേക്കണം, എന്തോന്ന്, ഇതാരും അനുകരിക്കരുതേ. സമ്മതിക്കണം കേട്ടാ. കോഴീനെ വഴിയിലല്ല നിങ്ങളെ. കറണ്ട് ബില്ല് കഴിഞ്ഞ മാസത്തെ തരാനുണ്ടായിരുന്നു കേട്ടോ. കറണ്ട് ബില്ല് എനിക്ക് തരണം മക്കളെ.
ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ടാണ് അടച്ചത്. കൊടുക്ക് ചേട്ടാ. 2 മാസത്തെ ഉണ്ട്, 2 മാസത്തെ തന്നില്ലെങ്കിൽ വിഷയം, അതുകൊണ്ടാണ് പറയണത്. ഇപ്പൊ തന്നെ കൊടുക്കും. എന്റെ ലോക്കൊന്ന് മാറ്റടി. അതെന്റെ ഫോണല്ലേ, നിങ്ങളുടെ ഫോണിൽ എന്റെ ഫോണിൽ നയിക്കണേ. എന്റെ ഫോൺ ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് എന്നുള്ള സംഭവം പൊളിയും. ലോക്ക് പറ അങ്ങോട്ട്. 10-15 എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുമല്ലേ. ഇട്ടിട്ടുണ്ടേ, ഇട്ടിട്ടുണ്ട്. ടക്ണിങ് വന്നില്ല. എന്റെ ടിങ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് ടിങ് ആക്കിക്കോളാം കേട്ടോ. അമ്മേ എന്തേ പുട്ട് വയ്യ, ഭയങ്കര വേദന. കാല് അയ്യോ ഭയങ്കര വേദന ഏട്ടാ. കാലുവേന ഉണ്ടാ ഇവിടെ ഈ ഭാഗത്ത് നടന്ന് നടന്നാണെന്ന് തോന്നുന്നു. മോളെ ഒന്ന് തടവി തരണേ മോളെ. മോള് തടവി തന്നാ മതി, കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് തടവി. സുഖമെന്നറിയാവോ, നമ്മൾ ഒരുപാട് കിടന്ന് നടക്കണേ ഇല്ലയോ മക്കളെ. അങ്ങനെ 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 തടവി. അയ്യ അയ്യോ അയ്യോ വേദന പഠിച്ച. നീ ഇവിടെ വന്ന നീ എന്റെ ചിരട്ട പൊട്ടിക്കാൻ വന്ന മാറിയില്ല അങ്ങോട്ട്. ഞാൻ കൊച്ചിനടുത്ത് തടാൻ പറഞ്ഞു. ഫീൽ ചെയ്തടാ. ഇല്ലില്ല മക്കളേടാ. പിന്നെ നീ പിന്നെ ഒരാള് മാത്രമേ ഉള്ളാടാ? ഇല്ലില്ല, ഞങ്ങൾ രണ്ടുപേരുണ്ട്. ഞാനും എന്റെ ചേട്ടന്. ചേട്ടാ എവിടാ? ചേട്ടൻ കോഴിക്കോട് നിന്ന് പണിയാണ്. അവനെന്ത് വയ്യേ? എന്താ അതിനപ്പോ മരുന്ന് കാര്യങ്ങളൊക്കെ കൊണ്ടാ ഇരുന്ന് പണിയാനുള്ള സെറ്റപ്പ് മരുന്നുണ്ട് നമ്മൾ. അതല്ലാന്നേ, പിന്നെ ഈ നമ്മൾ ഈ താമസിച്ചൊക്കെ പണി ചെയ്യുമല്ലോ. താമസം എല്ലായിടത്തും അങ്ങനെ എന്നടാ. ഇപ്പൊ പണ്ടൊക്കെ 7 മണിക്ക് പണിക്കിറങ്ങുമായിരുന്നു. ഇപ്പൊ 10 മണിയായാലും പണിക്കിറങ്ങൂല, താമസിച്ചേ ഇറങ്ങത്തുള്ളൂ. അയ്യോ അതല്ല ഞാൻ പറഞ്ഞത്. മറ്റേ തങ്ങിപ്പണി ഉണ്ടല്ലോ, തങ്ങിപ്പണി കിടന്നൊക്കെ പണി ചെയ്യല്ലോ. വർഷാപ്പില്ല വർഷാപ്പില്ല ബസിന്റെ അടിയിൽ വണ്ടിന്റെ അടിയിൽ കിടന്ന് പണിയണ. ഞാൻ ഇനി ഒരു സത്യം പറഞ്ഞോട്ടെ. എന്തരാണ് പറ. എനിക്ക് അങ്ങനെ ഒരു ചേട്ട ഇല്ല. ഞാൻ എന്റെ ഒരു അമ്മയ്ക്കും അച്ഛനും ഒറ്റ മോനാണ്. അപ്പൊ നീ പറഞ്ഞ നേരത്തെ ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞതാ. ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അവനൊന്ന് ഇരിക്കാനോ കിടക്കാനോ നിൽക്കാനോ നിങ്ങൾ സമ്മതിക്കണ്ടില്ലേ? എന്തരടാ നീ എന്നിട്ട് കുറെ നേരം കണ്ട് കളിയാക്കണ നീട്ട്. പിന്നെ മക്കളെ ആ വാടക ചീട്ട് നമുക്കൊന്ന് എഴുതണം കേട്ടോ. അത് പുതുക്കണം, അത് പുതുക്കണം. വാടക ചീട്ട് ഞാൻ ഒപ്പിട്ടില്ല. നമ്മള് അടുത്ത് ആരും ഒപ്പിടാൻ പറഞ്ഞു. മോൾ ഒപ്പിട്ടാ മതി. നീ ഒപ്പിടാതെ മാറിയില്ല അങ്ങോട്ട്. എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് ഒപ്പിടാൻ പറ്റത്തില്ല. എനിക്കാണെങ്കിൽ ഷുഗറിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് എന്റെ കൈ ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് എനിക്ക് ഒപ്പിട്ട് ഒന്ന് റെഡിയാക്കി തരണേ മോളെ. അയ്യോ വയ്യാത്തോണ്ടാണ്. സാധനം എന്തായിരിക്കണം മകളെ. ഏതാണ്ട ഇതിനകത്ത് ഒന്ന് ഒപ്പിടണം. എന്റെ ഒപ്പിടുന്ന കാര്യം ഭയങ്കര പാടാണ് എനിക്ക് കേട്ടാ. ഞാനല്ലേ ഇടണ്ടാ? ആ എന്റെ കയ്യിലോട്ട് പിടിച്ച് എനിക്ക് ഒപ്പിട്ട് തന്നാൽ മതി. എനിക്ക് എന്റെ ഒപ്പിട്ട് കഴിഞ്ഞാൽ എന്റെ കൈ നിൽക്കൂല, അതുകൊണ്ടാണ്. വലിയ പേരറിയ സംഭവം. ഇത് നമ്മൾ ഒപ്പിട്ടുള്ള പേപ്പർ നമ്മൾ പിന്നെ ഒപ്പിട്ടാൽ പുള്ളിക്ക് ഇപ്പൊ ഒന്ന് സഹായിക്കാനാ പറയുന്നത്. എന്നെ ഒന്ന് സഹായിക്കണം. അങ്ങനെയാണോ? പിടിച്ചോ, പിടിച്ച് അങ്ങനെ അവിടെ തന്നെ. സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട്. നല്ലപോലെ നമുക്ക് ഒപ്പിട്ട് കഴിഞ്ഞു, ഒപ്പിട്ട് കഴിഞ്ഞു. നീ ഇവിടെ നേറി ഒപ്പ് വലിയ നീളമുള്ള പേര് അവളേല് പകുതിയെ നിന്നുള്ളൂ, ബാക്കി ഞാനും കൂടെ ഇട്ട്. എന്റെ ഒപ്പ് തെറ്റിക്കാനായിട്ട് വന്നേടാ നീ. നീയാണ് ഒപ്പിടാനുള്ള. ഞാൻ കൊച്ചിനെ കൊണ്ടല്ലേ ഒപ്പിടാൻ പറ്റും. നീ ഉടനെ ഒപ്പിട്ടാൻ വേണം. ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ഈ അപ്പറ്റി ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എഴുതി അങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാധനമല്ലേ? കൈമളേട്ടാ, കൈമളേട്ടന്റെ ആ ജംഗ്ഷനിലുള്ള വീടില്ലേ, ആമിനത്താത്ത താമസിക്കണ അവിടെ ടാങ്കിൽ വെള്ളം കയറുള്ള വേഗം അങ്ങോട്ട് ചെല്ലു. ഇക്കാക്ക അവിടെ ഇല്ലാന്ന് ഒറ്റക്കാന്നേ. ഞാൻ ചെല്ലുമ്പോ വല്ല പ്ലംബർകാരന്മാരെ ആരെങ്കിലും വന്ന് ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റൂല. ഞാൻ പോയിട്ട് രംഗട്ടാ. പിന്നെ മക്കളെ വന്നിട്ട് ഒപ്പിടാൻ കള്ളക്കളവൻ കള്ള നമ്പരും കൊണ്ട് ഇറങ്ങിയിരിക്കുക. നിനക്ക് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അങ്ങ് ഉടനെ ചെന്നങ്ങ് ചേർന്നിരുന്ന കാല് തടവുക. കൈകൊണ്ട് സംസാരിക്കൽ ഞാൻ മണ്ടയടിച്ചു. എന്റെ പോക്കറ്റിൽ കിടന്ന പൈസ ആളെ കാണുമ്പോ എടുത്ത് വാടക കൊടുക്കാൻ. വാടക കൊടുക്കാൻ ഷെയറാണെന്ന് പറഞ്ഞാൽ ചേട്ടാ ചക്കരെ എന്ത് പൊന്നെ, നമുക്കിന്നൊരു സിനിമയ്ക്ക് പോയാലോ? ഏത് സിനിമ?